അയ്യപ്പ ഭക്തരെ അപമാനിച്ച് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. മാലയൂരി മടങ്ങിയവർ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി എത്തിയവരെന്നാണ് പ്രതികരണം. അവർ എത്തിയത് വേറെ ലക്ഷ്യത്തോടെയെന്നും ഭക്തരാണെങ്കിൽ മാലയൂരി മടങ്ങുമോ എന്നുമാണ് ദേവസ്വം മന്ത്രി ഇപ്പോൾ ചോദിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേർന്നുണ്ട്. കിരൺ, എന്തു തന്നെയായാലും ഇത്രത്തോളം കഷ്ടതയിൽ അയ്യപ്പ ഭക്തർ തീർത്ഥാടനം നടത്തുമ്പോഴും ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായ ഈ ഒരു പ്രസ്താവനയെ വളരെയധികം ഒരുപക്ഷെ തീർത്ഥാടകരെ അപമാനിക്കുന്ന തരത്തിലല്ലേ നോക്കിക്കാണേണ്ടത്? വിഷ്ണു, ശബരിമലയിലെത്തി കഷ്ടതകൾ മൂലം തിരിച്ചു പോകേണ്ടി വന്ന അയ്യപ്പന്മാരെ വലിയ രീതിയിൽ തന്നെ അവഹേളിക്കുന്ന തരത്തിലൊരു മറുപടിയാണ് ഇന്ന് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹം ഇന്ന് സന്നിധാനത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് മാല ഊരി മടങ്ങിയ ഭക്തർ ഇവരുടെ ഭക്തി അളക്കേണ്ടതുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതായത് ഒരു ഭക്തനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയതിനു ശേഷം തിരിച്ചു പോകുമോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം തിരിച്ച് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഭക്തരാണോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഇവർക്ക് പ്രത്യേക ചില അജണ്ടകളോടുകൂടി മാത്രമാണ് ഇവർ എത്തിയത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ, അതായത് ഈ പമ്പയിൽ എത്തിയതിനു ശേഷമാണ് അയ്യപ്പന്മാർ മടങ്ങിയത്. മാത്രവുമല്ല, ഇതിൽ മലയാളികൾ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരുമുണ്ട്. ഇവര് എങ്ങനെ എന്തുകൊണ്ട് മടങ്ങി എന്നുള്ളൊരു ചോദ്യം ചോദിച്ച സമയത്ത് മന്ത്രി പറഞ്ഞത് മലയാളികൾ ഇത്തരത്തിൽ മടങ്ങില്ല, മറ്റ് ഭാഷാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ് ഇത് മടങ്ങിയത്. ഇതിന്റെ പിന്നിൽ വേറെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി, അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് എന്നുള്ളൊരു മറുപടി മാത്രമാണ് ഏതായാലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോട് തിരിച്ച് ചോദിച്ച സമയത്ത്, അതായത് ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ട് അറിവുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഗൂഢലക്ഷ്യം നടത്തുന്ന സമയത്ത് ഇന്റലിജൻസ് സംവിധാനം അടക്കം ഇതിനെതിരെ കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്, ഇത് പരിശോധിക്കട്ടെ, ഇത് താനല്ല പരിശോധിക്കേണ്ടത് എന്നൊരു വിശദീകരണമാണ് ഏതായാലും ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു അവഹേളനമാണ് കഴിഞ്ഞ ദിവസം ഈ തിരക്ക് മൂലം തിരികെ പോവേണ്ടി വന്ന അയ്യപ്പന്മാർക്കെതിരായിട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ നടത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, ദൃശ്യങ്ങളിലടക്കം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസം ശബരിമലയിൽ അനുഭവിച്ചത്. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ADGP അടക്കം പറഞ്ഞതാണ്. ശബരിമലയിലെ ഭക്തജനത്തിരക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ അപ്പുറത്തേക്കാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംവിധാനം ഉണ്ട്, നിലവിൽ ചില പാളിച്ചകൾ നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം നേരത്തെ ഇവരും സ്ഥിരീകരിച്ചിരുന്നതാണ്. അപ്പോൾ ഈ ദുരിതം അനുഭവിച്ചത് അത് വാസ്തവമാണ് എന്ന് തന്നെ ദേവസ്വം ബോർഡ് വ്യക്തമാണ്. തിരക്കേറുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കിരൺകുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.